ക്ലച്ച് ഇപ്പം നിനക്ക് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ ക്ലച്ച് ഫുള്ള് പിടിച്ചു കഴിഞ്ഞാൽ ആക്സിലേറ്റർ പിന്നെ പോകൂല. മനസ്സിലായോ? ആ എടാ ഇവള് പഠിച്ചാ നല്ല ക്വാളിറ്റി ബീഫ്. അവർക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ചന്ദ്രിക. ആഹാ, അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കണല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അത്രേ ഉള്ളൂ. അതിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട 2 ലോട്ടറി എടുത്തോ? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും അറിഞ്ഞു. ഞാൻ ലോട്ടറി ഒന്നും അങ്ങനെ എടുക്കാറൊന്നുമില്ല. അടിക്കണമെങ്കിൽ ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവരും. ഓക്കെ. അല്ല, അതിരിക്കട്ടെ കുഴപ്പമില്ല. പോയി വാങ്ങിച്ച് ഇന്നലെ വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് വാങ്ങിക്കാണ് കുറെ പോയി വാങ്ങിച്ചോണ്ട് വന്നു. ഇത് മരിച്ച് ജീവിച്ചതാണ് 3 തവണ. നന്നായിട്ട് കിടക്കാനും പോലില്ല, വാടകയ്ക്കാണ് കിടക്കണ മക്കളെ. ക്യാൻസറിൻ്റെതേ 17 വർഷം കൊണ്ട് ചികിത്സയും ചെക്കപ്പും മാമോഗ്രാം എടുക്കാൻ പറയുമ്പോൾ പോയി എടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ ബ്രസ്റ്റ് മൂവ് ചെയ്ത് പിന്നെ അടുക്കളപ്പണി എല്ലായിടത്തും ഒക്കെ ഉള്ളത് പോവും, അത് ചെയ്യും. ഇല്ല മക്കളെ, വാടകയ്ക്കാണ്. വാടകയ്ക്ക് 2 പേരേ ഉള്ളൂ. MLA മാർക്കൊക്കെ കിടന്ന് വർക്ക് ചെയ്ത് കൊടുത്ത മനുഷ്യനാണ്, അറിയാമോ? MA വാർഡ് ചെയ്തതിനെയൊക്കെ ഈ സ്ഥാനത്ത് എത്തിച്ച മനുഷ്യനാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇവരെ വീട്ടിൽ വന്ന് മാറ്റർ എഴുതിക്കൊണ്ട് പോയാണ് പഠിച്ചത്. അപ്പൊ എങ്ങനെയുണ്ട്? MA ആയില്ലേ? ശരിക്കും അത് നോക്കാൻ ആളില്ല, ആരും സഹായിക്കാന്ന് പറയില്ല. എന്തോട്? ഓ ചോയ്ക്ക്. ബീഫ് കറിയോ? ഇന്നലെ മേടിച്ചെന്തോന്ന്? എത്ര ഏട്ടാ? 110 പറഞ്ഞ. അവിടെ നിന്ന് 2 ടിക്കറ്റ് എടുത്ത്. ഇനി മേടിക്കണോ? ഓക്കെ, നമുക്ക് അവിടെ ഇരിക്കണ അത്ര ടിക്കറ്റ് ഉള്ളതാണ് വിചാരിക്കണത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പേടും. അപ്പം അവിടെ ഇരിക്കുന്ന ആ ടിക്കറ്റ് മൊത്തം നമുക്ക് മേടിക്കാം. ഇതെത്ര ഏട്ടാ തലക്കറി? എത്ര രൂപ? 120 ഉള്ളൂ. ലോട്ടറിയിലേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്യാഷ് ഓക്കെ അല്ലേ? ആ, അത് വേണ്ട, അതിരുന്നോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി കാണാം. ശരി, ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് നെക്സ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ പാർക്കിലാണ് വന്നിട്ടുള്ളത്. പാർക്കിനകത്ത് എവിടെയെങ്കിലും നല്ലൊരു സ്പേസിൽ പോയിട്ടിരുന്നിട്ട് മേഘ ഫുഡ് കൊണ്ടുവന്നു. അപ്പം അവിടെ കൊണ്ടുവന്ന ഫുഡും എല്ലാം കൂടെ ചേർന്നിട്ട് കഴിക്കാം. ഇവിടെ ഇരുന്നാൽ പോരെ? അപ്പോൾ ഈ സ്പേസിൽ എവിടെയെങ്കിലും നമുക്ക് പോയിരുന്ന് കഴിക്കാം. നമ്മൾ സ്പോട്ടിലെത്തിക്കോ. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നല്ല ചൂട് ചോറും ബീഫും കഴിക്കാം. ഫുഡ് എടുത്തോ? സ്പോട്ട് അത് വിശാലമായി കാണിക്കേണ്ട, നല്ല വൃത്തിയൊന്നുമല്ല. ഇവിടെ കുറച്ച് ചവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഇടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷേ ഈ ആൾക്കാരെല്ലാം വേസ്റ്റൊക്കെ കൊണ്ട് ഇതിലിടുന്നതുകൊണ്ട് ഒരു ഭംഗിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം. ഗൈസ്, ഈ ഷർട്ട് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഷർട്ടാണ്. ഓക്കെ, എൻ്റെ ഷർട്ട് അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് നോക്കോ സാറേ? അല്ലേ? അപ്പോൾ മേഘ വീട്ടിൽ നിന്ന് ചോറും പിന്നെ നമ്മളിവിടെ നിന്ന് നമ്മുടെ സ്പെഷ്യൽ ബീഫാണ്. അപ്പോൾ കിട്ടുന്ന സ്പോട്ട് നിങ്ങൾ കണ്ടല്ലോ, അവിടെ പോയിട്ട് ബീഫ് ട്രൈ ചെയ്ത് നോക്കാം. ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ബീഫ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങോട്ട് നീ കഴിക്കണ്ട. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ബീഫ് അടിപൊളിയാണോ? നല്ല എരിവൊക്കെ ഉണ്ട്. ഓക്കെ വിട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ സാർ.
സത്യം പറയാലോ അടിപൊളി. നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നും ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കാതെ കുറച്ച് ചോറൊക്കെ എടുത്ത് വാഴയിലയിൽ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ട് ഇതുപോലുള്ള കിടിലൻ ബീഫ് ഒക്കെ മേടിച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ട് നല്ലൊരു സ്പോട്ടായി കണ്ടുപിടിച്ച് ഇതേപോലെ നല്ലൊരു സ്പോട്ടായി കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്നത് കഴിക്കണം. ഇത് മതിയാക്കടി, ചോറില്ല. ഇവളാണ് തേപ്പ് കാണിച്ചത്. ചോറെടുത്തിട്ട് വന്ന് നോക്കിയാണ്, കുറച്ച് ചോറെടുത്തിട്ട് വന്നു. ഹെവി ടേസ്റ്റ്. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി ചോറും ഒരു ബീഫും കൂടെ മേടിച്ചിട്ട് വാ. എന്നിട്ട് ശിവയൊക്കെ ഇവിടെ ഉണ്ടെന്നാണ്, ശിവനയുടെ വിളിക്കാം. എന്നിട്ട് അമ്മമാർക്കൂടെ ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാം. കാറാ? അത് നീ ബൈക്ക് ഓടിച്ചു ഓടിക്കേ. ചെല്ലിതോ ബൈക്ക് ഇരിപ്പുണ്ട്, പോയി എടുത്തോ. ചെല്ല് അവിടെ ചാവിയുണ്ട്. നീ കൂടെ വാ. കയറിയിരി. ചരിക്കല് ഇപ്പഴത്തെ ചരിക്കല് മറിഞ്ഞൂടെ, വെയിറ്റ് ഉണ്ട്. നീ ഇറങ്ങ. പറ്റുന്നില്ല എന്നെ കൊണ്ട്. ക്ലച്ചാണ് ഇതെന്ന് പറഞ്ഞാൽ. ഗിയറും ഓരോ ബൈക്കിലും ഡിഫറെൻ്റ് ആയിരിക്കും, മനസ്സിലായോ? ഫസ്റ്റ് താഴോട്ട്, പിന്നെ 1 2 3 4 അങ്ങനെ ബാക്കിലോട്ട് പോകും. അപ്പോൾ എപ്പോഴും ഗിയർ ഇടുമ്പോൾ എന്ത് വേണം? നീ ആദ്യം ഇത് ഉണ്ടാക്കാതെ പറയണേ. സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്ലച്ച് പിടിച്ച് തന്നെ സ്റ്റാർട്ടാക്കണം. കാരണം വണ്ടി ഓട്ടിക്ക് അറിഞ്ഞാത്തവർക്കാണ് ഇങ്ങനെ പറയണത്. ക്ലച്ചർക്ക് ഗിയറിലായിരിക്കും കിടക്കണത്, ഉടനെ സ്റ്റാർട്ടാക്കി എടുക്കുമ്പോൾ വണ്ടി എടുത്തങ്ങ് അടിക്കും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ക്ലച്ച് പിടിച്ചിട്ട് എൻജിൻ ഓണാക്കുക. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ഇനി എങ്ങനെയാണ് വണ്ടി മുന്നോട്ട് പോകണത്? ഗിയർ ഇട്ട് എങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുക്കും. ക്ലച്ച് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റായിട്ട് ഒരു പൊടിന് വിട്ടേ, പയ്യായിട്ട്. ആ കയ്യിൽ അതിൽ വെച്ചോ, ആക്സിലേറ്റർ കൊടുക്കരുത്. ഇത് ശകലച്ച വിട്ടേ, ശകലമാണ് വിട്ടേ. കുറച്ചും കൂടെ കുറേശ്ശെ വിടാവൂ. കുറച്ച് വിട്ടേ ഫുള്ള് വിട്ടാ. വീണില്ലേ? ഇല്ല, അവിടെ നമ്മൾ ഗിയറിലാണ്. നേരത്തെ ഗിയർ വീണില്ലായിരുന്നു. ഉണ്ടോ? ഇപ്പോൾ വണ്ടി മൂവാണ്. അവിടെ നിർത്താന്ന് പറഞ്ഞാൽ നീ ക്ലച്ച് പിന്നെ പിടിക്കാനല്ല പറയണം. ആ ക്ലച്ച് എവിടം വരെ പിടിച്ചോ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. വണ്ടി മൂവ് ആവണ കണ്ടല്ലോ, ഉണ്ടോ? പിന്നെ ഇറുക്കരുത്, ഉണ്ടോ? ഇങ്ങനെയാണ് വണ്ടി മുമ്പോട്ട് പോകുന്നത്. ഇതാണ് ക്ലച്ച് റിലീസ് ചെയ്യുക, ആക്സിലേറ്റ് കൊടുക്കുക എന്നൊക്കെ പറയണത്. നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്നത്. ഇനി കുറേ ആക്സിലേറ്റ് കൊടുത്ത് നോക്കിയേ. ക്ലച്ച് ഫുള്ള് വിട്ടോ. ആ നിർത്തിയോ, ക്ലച്ച് പിടിച്ചോ. വണ്ടി സ്റ്റാർട്ടായി. ഇനി ക്ലച്ച് വളരെ പയ്യെ വിടാവോ. ആക്സിലേറ്റ് കൊടുക്കണ അറിയാമല്ലോ. നീ വണ്ടി ത്രോട്ടിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? പെട്ടെന്ന് സ്പീഡ് കൂടില്ലേ? സ്കൂട്ടർ ഓട്ടിക്കുമ്പോൾ എങ്ങനെയാണ്? ഇത് വിട്ട് കഴിഞ്ഞാൽ ബാക്കി സ്കൂട്ടർ ഓട്ടിക്കും കണക്ക് തന്നെ. ഇനി പോയോ അങ്ങനെ. ആ നീ കണ്ടാ ഇനി കുറച്ചാണ്. ഇനി ക്ലച്ച് ഫുള്ള് പിടി. അങ്ങനെയല്ല, ഇനി ഇത് ബൈക്ക് വളയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെയാണ് തിരിക്കേണ്ടത്. ഓക്കെ, നിനക്ക് ഞാൻ ബൈക്ക് മേടിച്ചു തരാം കേട്ടോ. RX 100 മേടിച്ചു തരാമേ. കൊടുത്തോ. ഇനി ക്ലച്ച് വിട്ടോ. വരൂ. കൺഗ്രാറ്റ്സ് ബേട്ടാ. എടീ, നീ എങ്ങനെ പഠിച്ചു ഇത്ര പെട്ടെന്ന്? ഇനി ഇതിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇതിൽ പോയി കഴിഞ്ഞാലേ ബാക്കി ഇനി ഫസ്റ്റ് സെക്കൻഡ് ബാക്കി ഗിയറുകളെല്ലാം മാറ്റിയാൽ മതി. എഞ്ചിൻ ഓഫ് ആയില്ലടി, തകർത്തു. ഇത്ര പെട്ടെന്ന് പഠിച്ചാ നീ? അടിപൊളി ചേട്ടാ. അപ്പോൾ ഇനി നമുക്ക് ഉടനെ ബൈക്ക് ഓട്ടിക്കണ ഒരു കിടിലൻ വീഡിയോ ഇടാം. ഓക്കെ, ഇവിടെ ഇനി ഉടനെ പഠിക്കുന്നതായിരിക്കും. ശരിക്കും എന്നെ ഞെട്ടിച്ചേട്ടാ, അടിപൊളി. നീ ശരിക്കും പഠിച്ച് ഇങ്ങോട്ടോക്ക് ഗൈസ്. അപ്പോൾ ഇവിടെ ഓട്ടിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇവിടെ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകാൻ പഠിച്ചത്. എങ്കിൽ പോലും ഇങ്ങനെ കൊണ്ടുപോകുന്നത് ക്ലച്ചെല്ലാം റിലീസ് ചെയ്ത് നേരെ പോകാനൊക്കെ പഠിച്ച് പിന്നെ അവിടെ പോയിട്ട് ടേൺ ചെയ്ത് വരുന്നു ഇത്ര പെട്ടെന്ന്. ഇവക്ക് RX 100 അല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞേ?
അത് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിമാലയൻ. ഹിമാലയൻ പാടായിരിക്കും, കാലം നിർത്തൂല. ഹിമാലയൻ പിന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ഹിമാലയൻ എടുത്തിട്ട് അതിൻ്റെ കുറച്ചൊന്ന് സീറ്റ് ഹൈറ്റൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇവയൊക്കെ നല്ലോണം പറ്റും. എനിക്ക് തന്നെ പാടാണ്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം. ഇവളെ ഇനി ബൈക്ക് നല്ലോണം പഠിപ്പിക്കണം. നല്ലോണം പഠിപ്പിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വഴിയെ ഇവിടെ ഒരു ബൈക്ക് റൈഡിങ്ങിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കതെല്ലാം നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഹിമാലയൻ അല്ലേ ബൈക്ക്? ഓക്കെ. അപ്പോൾ ഹിമാലയൻ ബൈക്ക് ഇവിടെ തന്നെ ജോലി ചെയ്ത് മേടിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ മേടിക്കില്ല, അവിടെ തന്നെ മേടിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് ഇവിടെ സീ അണ്ടർ വാട്ടറിൻ്റെ എന്തോ സംഭവം ഇവിടെ കഴക്കൂട്ടത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും കൂടിയാണ് പോകുന്നത്. ടിക്കറ്റ് ചാർജ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മൾ അതിൻ്റെ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ഈ ഇൻസ്റ്റാ അക്കൗണ്ടിലൂടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോവാം. 2 ലൈൻ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു അൽസാദ് ഉണ്ടല്ലോ, അൽസാദിൻ്റെയൊക്കെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. കറക്റ്റ് പറഞ്ഞാൽ ജിഞ്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ടിക്കറ്റ് ചാർജ് നമ്മൾ കണ്ടു, പെർ ഹെഡ് 150 വരുന്നത്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാലും നമ്മളെന്തായാലും ഇവിടെ ഇതൊക്കെ കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി എങ്ങനെ ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. നോക്കിയിട്ട് കൊള്ളൂല്ലെങ്കിൽ നമ്മളതും വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ സ്പോട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഇവർക്ക് ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പേയ്മെൻറ്റ് അടക്കേണ്ടി വരില്ല, എങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ അത് സക്സസ് ആയി. അവർ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ആക്സസ് തന്നു. നമുക്ക് അകത്ത് പോയി ഇതെല്ലാം കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ കുറേ ബാഡ്സിൻ്റെയും പിന്നെ സീ വാട്ടർ അങ്ങനെ കുറേ സംഭവങ്ങളും. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാ. ഇതാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. ഇവിടെ നിന്ന് ഇനി ഉള്ളിലോട്ട് വേറെ കാര്യങ്ങളൊക്കെ ആണ്. ഇനി അങ്ങോട്ടെല്ലാം സീ വാട്ടറിലുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം വരണത് സീ വാട്ടർ ഫിഷുകളും കാര്യങ്ങളും എല്ലാം ആണ്. നമുക്കത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് നല്ല രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാവുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ കുറച്ച് ഫിഷ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഒരുപാട് വെറൈറ്റി കടൽ മത്സ്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ കാണുന്നത്. നമുക്ക് പേര് കൂടി അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് കാണുന്ന ഫിഷുകളാണ്. നിങ്ങൾ ഉറപ്പായിട്ട് വരണം കേട്ടോ. നമ്മൾ കയറിയപ്പോൾ തന്നെ എക്സൈറ്റ്മെൻ്റ് ആയി. ഒരുപാട് വെറൈറ്റി ഫിഷുകളാണ്. കൂടി വലിയ വലിയ ഫിഷുകൾ. ഇത് മറ്റേ ഇതല്ലേ അരാപ്പൈമ? വാവ്, ഞാൻ ഇതാ ഫസ്റ്റ് ടൈം അത് നേരിട്ട് കാണണം. വാവ്, എൻ്റെ മോനെ, പല വെറൈറ്റി കളറിലുള്ള ഫിഷുകളാണ് കേട്ടോ. ഇല്ല കേട്ടോ, പൊളി. ആ മോനെ, ഗൈസ്, അപ്പോൾ ഇവിടെ നിന്നാണ് കടൽ മത്സ്യങ്ങളെ കുറച്ച് കടലിൽ നിന്ന് കാണുന്ന ഫീലിങ്സോടെ നമുക്ക് കാണാൻ പറ്റും. കാരണം 2 സൈഡും കവറായിട്ടുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ഹായ് ബ്രോ. ഇവിടെ നിന്നാണ് ഇതുണ്ടോ വിട്ടില് അടിപൊളി. ഇവിടെ ബട്ടർഫ്ലൈ, ഒരു വലിയ ബട്ടർഫ്ലൈ. ഇത് ഓരോ ജീവികളുടെയൊക്കെ കുറേ മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര വലുതാണ്. ഒരു വീടിൻ്റെ അത്രയും ഹൈറ്റിലൊക്കെയാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ആന, ഹെവി സാധനം. ഇവിടെ റോബോട്ടിക് ഡോഗ് കാര്യങ്ങളൊക്കെ.
അങ്ങനെ യൂട്യൂബറിനെ കണ്ടെത്തി. ഇതിന്റെ പേരെന്തായിരുന്നു? ഹായ് ബ്രോ. ഓക്കേടാ, ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാം. വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനോ? ക്ലീൻ ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു മിനിറ്റ്. ഇത് നമ്മളെ ടാങ്കിലേക്ക് ഇറക്കുന്നു. ഈ വാൽവ് വെള്ളം വലിച്ചാൽ വാട്ടർ ലെവൽ വരെ കൊണ്ട് നിർത്തി. ഈ ഹോസ് നമ്മൾ ടാങ്കിൽ ഇറക്കും തോറും വെള്ളം ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇതിലേക്ക് ഇറക്കുന്നു. എൻ്റെ മാത്രം. ഓക്കെ ഓക്കെ വെള്ളം വരുന്ന കൂട്ടത്തിൽ നമ്മൾ ജസ്റ്റ് ഇളക്കിയാൽ മതി. അപ്പൊ അടിയിൽ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ചെളിയും കൂടെ അതിനുള്ള കമ്പനി വരുന്ന പോട്ടേറ്റ്. ഓക്കെ ഓക്കെ. നമുക്ക് 2 വർഷം വരെ റീപ്ലേസ്മെന്റ് കാര്യമുള്ളൂ. ഇത് 1990 വില നമ്മളിവിടെ കൊടുക്കുന്നത് 1500 രൂപയ്ക്ക്. 1500. പാലക്കാടൻ കരിപ്പട്ടിയാണ് കേട്ടോ. പനി ചുമ കപ്പക്കെട്ടിനൊക്കെ വളരെ നമ്മൾ സെറ്റാണ്. പ്രൈസ് എങ്ങനെയാ? ഇത് 1/4 കിലോ 100 രൂപ. ഈ ചൂടുള്ള കഴിച്ചിട്ട് ചൂട് പിടിക്കും. എന്താണ് പിന്നെ നമുക്ക് ഐസ് ബാഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പല്ലുവേന തലവേനയൊക്കെ വന്നു കഴിഞ്ഞാൽ തണുപ്പ് പിടിക്കാൻ. ഇത് കൊള്ളാല്ലേ? മസാജർ വരുന്നുണ്ട്, 3D മസാജർ വരുന്നുണ്ട്. മിനി ജസ്റ്റ് ബോഡി പ്രസ് ചെയ്യാൽ മതി, സ്റ്റാർട്ട് ആയിക്കോളും. അതേപോലെ തന്നെ 3D മസാജർ വരുന്നുണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ കൂടാതെ അതേപോലെ ഫേസിൽ ഇതിന് 300 വരും. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജോ ലൈനൊക്കെ കറക്റ്റാവും. നിങ്ങൾക്ക് ഫേസിൻ്റെ ഷേപ്പ് എല്ലാം നല്ലതാവും. പിന്നെ ഇവിടുത്തെ ഈ ഒരു ചതക്കില്ലേ ഇതെല്ലാം മാറി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ നോക്കാം. ഡിസ്കൗണ്ട് തരുമോ? ചെയ്തു തരാം. എത്ര? ചെറുതായിട്ടൊന്ന് ബ്ലോ ചെയ്താൽ മതി. ഇതുപോലെ പെയിന്റിങ്, ഡ്രോയിങ് ഒക്കെ ചെയ്യാം. അസൈൻമെന്റ്, പ്രോജക്റ്റ് വർക്കിനൊക്കെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഉണ്ടോ വേറെ കളർ? നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ ഉണ്ടോ ആ കളർ ഇട്ടു. സ്കെച്ചാ, സാധാ 10 രൂപയുടെ സ്കെച്ചാ. ഇതൊക്കെ എങ്ങനെയാ പ്രൈസ്? 100 ഗ്രാം 100. കിലോ 150 രൂപ. എല്ലാം പച്ചക്കറി കൊണ്ടാട്ടങ്ങൾ, പാവക്ക, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ചേമ്പ്, ചേന, കാച്ചില്. ആ 499. താരൻ മാറാൻ 3 ദിവസം കൊണ്ട്. 3 ദിവസം കൊണ്ട് താരം മാറും. ഇതെന്താ സംഭവം? ഇത് താരം മാറാനായിട്ട് 3 ദിവസം. 3 ദിവസം കൊണ്ട് താരം മാറിയില്ലെങ്കിൽ 4ാമത്തെ ദിവസം നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ പൈസ നമ്മൾ മണി ബാഗാണ് പൈസ തിരിച്ചു കൊടുക്കും. അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന്, നാളെ, മറ്റന്നാൾ. അതുപോലെ തന്നെ ഇത് ഫേഷ്യൽ സോപ്പാണിത്. ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെയും വരുമോ? ഇല്ല, വീണ്ടും വരാതിരിക്കാനുള്ള ഇൻസ്ട്രക്ഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും വരാതിരിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സോപ്പ്, ഫേഷ്യൽ സോപ്പാണ്. നമ്മൾ വെയിലത്തുനിന്ന് ഇറങ്ങുന്നതിൻ്റെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇതിന് എങ്ങനെയാ പ്രൈസ്? 250. അതിന് 120 വരുന്നത്. ഇതെല്ലാം ISO GMP സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഇത് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ ഈ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 270 രൂപയാണ്. 3 ദിവസം കൊണ്ട് താരം മാറും. നല്ല എരിവുള്ളതുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകിൻ്റെ ചമ്മന്തി ഉണ്ട്. ഇത് ഹണി ചില്ലിയാണ്. ഗൈസ്, അപ്പോൾ നമ്മളൊരു ഹണി ചില്ലി മേടിച്ചിട്ടുണ്ട്. 100 റുപ്പീസാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ ബ്രോ, താങ്ക് യു. കറണ്ട് ഇല്ലാതെയോ? ഓഹോ, അതെങ്ങനെയാ? ബാറ്ററി. അപ്പോൾ ബാറ്ററിയുടെ ചാർജ് എങ്ങനെയാ? ബാറ്ററി നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യുന്ന മാതിരി ചാർജ് ചെയ്യാം. ഇതെങ്ങനെയാ? ഗ്രേപ്പിൻ്റെ ആണോ? ഇതിനൊക്കെ എങ്ങനെയാ പ്രൈസ്? ഇതെത്ര? കാഷ്യൂ ആൽമണ്ട് ആകുമ്പോൾ 1 കിലോ 350 വരും. പീനട്ട് ആകുമ്പോൾ 250 വരും. അതാകുമ്പോൾ കാഷ്യൂ ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, പീനട്ട് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്സ്. അതന്നെ. ഈ ഒരു ബോക്സിന് എത്ര പ്രൈസ് പറഞ്ഞേ? ഒരു 390 വരും. ഒരു 300 എടുക്കാം. ടോയ് കാറുകൾ.
മൾട്ടിപ്പർപ്പസ് സ്പ്രേ പമ്പ്. വണ്ടി കഴുകാൻ, ചെടി നനയ്ക്കാൻ, മരുന്നടിക്കാൻ, പെയിന്റ്, ഡീസൽ, മണ്ണെണ്ണ, ഷാമ്പു എന്തും സ്പ്രേ ചെയ്യാം. ഇതെങ്ങനെയാടാ? ഇതെങ്ങനെയാ? 50 രൂപ. എത്ര? 80. ഇങ്ങോട്ട് പോയി. ഗൈസ്, അപ്പോൾ ഇവിടെ വന്നിട്ട് ഷൂട്ടിംഗ് ഒക്കെ സ്കില്ലുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്ത് നോക്കാം. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 ഷോട്ട് നമുക്ക് ചെയ്യാം. 5 ഷോട്ട് അടിച്ചാൽ എത്ര രൂപ കിട്ടും? ഞാൻ 300 രൂപ സാറിന് ഓഫർ ചെയ്യും. എൻ്റെ ചാനൽ കണ്ടിട്ട് വരുന്നവർക്കാണെങ്കിൽ 300 രൂപ ഓഫർ ചെയ്യും. ഓക്കെ, ഇവർ 200 ആണ് കൊടുക്കുന്നത്. നമ്മുടെ ചാനൽ കണ്ടിട്ട് വരികയാണെങ്കിൽ 5 പെലറ്റ് കൊള്ളിച്ച് കഴിഞ്ഞാൽ 300 രൂപ കിട്ടും. ഓക്കെ, 300 രൂപ കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ 50 രൂപ കൊടുത്താൽ മതി. ഇവിടെയല്ലേ വീഡിയോ കണ്ടുവരുന്ന ആൾക്ക് 300 രൂപ വെച്ചിട്ടൊക്കെ ചേട്ടൻ തരുന്നതായിരിക്കും. നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ ചിലപ്പോൾ 500 കൊടുത്ത് 5000. അതാണ് അപ്പൊ ഇല്ലാത്തവരെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ കടമ. സ്കില്ലില്ലാത്ത ആൾക്കാർക്ക് സ്കില്ല് അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ. കാരണം നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന പലരും ഉണ്ട്. അവരെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ചേട്ടൻ ചലഞ്ച് ചെയ്യും. ചേട്ടനും താല്പര്യം അത് 5 പൊട്ടിക്കണമെന്ന് തന്നെയാണ്. തീർച്ചയായും പേയ്മെന്റ് പോണെന്നല്ല, ചേട്ടൻ പഠിപ്പിച്ചിട്ട് അയാൾക്ക് സ്കില്ല് കിട്ടുവാണെങ്കിൽ ചേട്ടൻ ഭയങ്കര താല്പര്യമായിരിക്കും. തീർച്ചയായും പറഞ്ഞാൽ ഞാനല്ല ഇപ്പൊ ക്യാഷ് കൊടുക്കുന്നത്. പിന്നെന്താ, അവർക്ക് ഇഷ്ടമുള്ള ക്യാഷ് ഞാനാ കൊടുക്കുന്നത്. വന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കാം. അപ്പോൾ 150 രൂപ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. ഉറപ്പായിട്ടും നിങ്ങൾ വന്ന് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക. വല്ലപ്പോഴും ഉള്ള കേസാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്. അപ്പോൾ ഞാനും മേഘയും കൂടി ഇത്രയും ദൂരം നടന്നു. കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാനുണ്ട്. ഫുഡ് കോർട്ടുണ്ട്. ഫസ്റ്റായിട്ട് വരിക. ഇഷ്ടമായില്ലേ എനിക്ക്? ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ പവർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.